മുംബൈ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ അല്പം മാറി അറബിക്കടലിന്റെ കാറ്റേറ്റ് ഒരു സായാഹ്നം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ഇതാണ് ജുഹു ബീച്ച്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കടൽ തീരങ്ങളിലെ ഒന്നാണിത്. മുംബൈയിൽ വരുന്നവരാരും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ഏകദേശം 6 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മണൽപ്പരപ്പ് വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മുംബൈയുടെ ജീവിത ശൈലിയുടെ ഭാഗം കൂടിയാണ്. അതിരാവിലെ വ്യായാമത്തിനായിട്ട് എത്തുന്നവർ മുതൽ അസ്തമയം കാണാൻ കാത്തിരിക്കുന്ന കമിതാക്കളും കുടുംബങ്ങളും വരെ ജുഹുയിൽ എപ്പോഴും സജീവമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് സൂര്യാസ്തമയ സമയത്താണ്. അറബിക്കടലിൽ സൂര്യൻ അലിഞ്ഞു ചേരുന്ന ആ മനോഹരമായ ദൃശ്യം കാണുവാൻ ഒത്തിരി പേര് ഇവിടെ ഒത്തുകൂടാറുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികളെയും കാത്ത് ഒട്ടനേകം ആക്ടിവിറ്റീസും ഉണ്ട്. കുതിര സവാരി, ഒട്ടക സവാരി, അഡ്വഞ്ചറസ് വാട്ടർ റൈഡ്സ്, സ്പീഡ് ബോട്ട് റൈഡ്സ് എന്നിങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും കൂടാതെ കടൽ വെള്ളത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും ഉല്ലസിച്ച് കളിക്കുന്ന കാഴ്ചയും കാണാം. കുട്ടികള് ബീച്ച് ടോയ്സ് ഒക്കെ ആയിട്ടെത്തി മണ്ണുകൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുന്നതും ഒരു മനോഹര കാഴ്ച തന്നെയാണ്. ജുഹു ബീച്ചിനോട് ചേർന്ന് ബോളിവുഡിലെ പ്രമുഖ താരങ്ങളായ അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ, ഋത്തിക് റോഷൻ എന്നിങ്ങനെ പല താരങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നതിനാൽ വിനോദസഞ്ചാരികൾക്ക് ഇതൊരു പ്രധാന ആകർഷണമാണ്. അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന പല ഞായറാഴ്ചകളിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതേപോലെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് ജുഹു ബീച്ചിന്റെ ഏറ്റവും വലിയ വൈബ്. ജുഹു ബീച്ചിലേക്ക് എന്നെ ആകർഷിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് പറഞ്ഞു തരട്ടെ. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ദിശ അനുസരിച്ച് കൂറ്റൻ അന്താരാഷ്ട്ര വിമാനങ്ങൾ ജുഹു ബീച്ചിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സൂര്യാസ്തമയ സമയത്ത് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കൂറ്റൻ വിമാനങ്ങൾ പറക്കുന്ന ഒരു കാഴ്ച കണ്ടു നിൽക്കേണ്ടത് തന്നെയാണ്. ജുഹുവിലെ മറ്റൊരു ആകർഷണമാണ് ഇവിടെ ലഭിക്കുന്ന സ്ട്രീറ്റ് ഫുഡ്. മുംബൈയിലെ ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും. അതിൽ എടുത്തു പറയേണ്ടവയാണ് പാവ് ഭാജി, പലതരം ചാറ്റുകള്, പലതരം ദോശ വെറൈറ്റീസ്, പാനിപൂരി, ദഹിപൂരി, ബേൽപൂരി എന്നിങ്ങനെ പലതും. അതുകൂടാതെ ഒട്ടനേകം ചൈനീസ് ഐറ്റംസും ഇവിടെ ലഭിക്കും. നിറങ്ങൾ കലർത്തിയ ഐസ് ഗോലകൾ കഴിച്ചിട്ടുണ്ടോ? ഈ കളർഫുൾ ആയ ഐസ് ഗോലകൾ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ എത്തുന്ന ആൾക്കാർ പോലുമുണ്ട്. വലിയ തവകളില് കുന്നുകൂട്ടിയിട്ട വെണ്ണയും മസാലയും ചേർത്ത പാവ് ഭാജി ഉണ്ടാക്കുന്ന കാഴ്ച ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. മുംബൈക്കാരുടെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് ജുഹു ബീച്ചിലെ ബേൽപൂരി കടൽ കാറ്റേറ്റ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത്. പലതരം ഫ്ലേവറുകളിലുള്ള വെള്ളം ചേർത്ത് നൽകുന്ന പാനിപൂരി സ്റ്റോളുകളും ഇവിടെയുണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്തത് ദഹിപൂരിയാണ്. പൂരിക്കകത്ത് നല്ല കട്ടിയുള്ള തൈരും സവാളയും മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ല ഉഗ്രൻ ദഹിപൂരി. കുട്ടികളെ ആകർഷിക്കാൻ എന്നോണം കമ്പിൽ കുത്തി നല്ല മസാലയ്ക്ക് ചേർത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്പൈറൽ പൊട്ടേറ്റോസും പലതരം ഐസ് ഗോലകളും പലതരം കുൽഫികളും ഇവിടെ ലഭിക്കും. ഭക്ഷണപ്രിയരുടെ സ്വർഗമാണ് ജുഹു ബീച്ചിലെ ഈ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ നിന്നാൽ ആദ്യം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് തവയിൽ ഉരുകുന്ന വെണ്ണയുടെയും മസാലയുടെയും മണമാണ്. ഇവിടെ കിട്ടുന്ന ഒട്ടുമിക്ക ഐറ്റംസും വെജിറ്റേറിയൻ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ പിന്നെ അടിപൊളി മാംഗോ കുൽഫിയും മലായ് കുൽഫിയും ഒക്കെ കഴിച്ചുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക്. ഇതുപോലെയുള്ള മുംബൈ വിശേഷങ്ങൾ നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് കയറി കണ്ടു നോക്കണേ. ഒപ്പം ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ശരി, ബൈ ഫ്രം ടെസു ടോക്സ്.